അലിപാസ ഞാന് ഈ ഇസ്ലാം മതത്തിലോട്ട് പോയ വ്യക്തികള് ആരും ഇവരുടെ ഇതിനെ നല്ലതുപോലെ പ്രഘോഷിക്കുന്നതും ക്രിസ്ത്യാനികളുമായിട്ട് നല്ലതുപോലെ സംസാരിക്കുന്നതും ഇത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നത് സംസാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ അതെ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിന്റെ കാര്യം മാത്രമല്ല, ഞാൻ പലരെയും വെസ്റ്റിലുള്ള പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇതേ ക്ലബ് ഹൗസിലും അല്ലാതെയും. അവർ എന്തുകൊണ്ട് ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ, ഏകദൈവ വിശ്വാസം ഉള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞു അതിനെ ഒന്ന് സൈഡിലാക്കി വെച്ചേ, എന്നിട്ട് ബാക്കിയുള്ള കാര്യം പറ. ഇല്ലില്ല, ചില വർഷങ്ങൾ ഏകദൈവ വിശ്വാസമാണ്, അത് മാത്രമേ ഉള്ളൂ. ചില വർഷങ്ങൾക്ക് പിന്നെ മുമ്പ് പറയാം അത് സൈഡിലൊന്ന് മാറ്റി വെച്ച വേറെ പറ, മുഹമ്മദിനെ കുറിച്ച് സംസാരിക്കാം. അതൊന്നുമല്ല, ഏകദൈവ വിശ്വാസം കൊണ്ടാണ് വന്നത്. ഈ ഒരു ഉടായ്പല്ലാതെ ഇവർക്ക് വേറെ ഒരു സാധനം ഇവരുടെ കയ്യിലില്ല. ഇന്ന് എത്ര പേരാണ് ഇന്ന് ഇത് ഇസ്ലാമിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ട് വചനം പ്രഘോഷിക്കുന്നവര്? എത്ര പേര് ഓപ്പൺ ആയിട്ട്? ഈ മുഹമ്മദ് ഈസയുടെ ആ വീഡിയോസിന്റെ നമ്പർ പോലും കുറഞ്ഞു പോയെന്നുള്ളതാ. ഇറ്റ് ഹാസ് ബിൻ കം ഡൗൺ സോ ഡ്രാസ്റ്റിക്കലി. ആ ഫോളോയിങ് ആയിട്ട് പറയാൻ വന്നു, ഫോളോയിങ് സംസാരിക്കും. മൃഗബോധത്തിന്റെ സ്വഹിഹായ ഹദീസ് കയ്യിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ തരാം. സോൾജർ ബ്രദറെ ഇതെടുത്തോ, ഈ സബ്ജക്ട് എടുക്കണ്ടോ? ഫോളോയിങ് പറഞ്ഞോ. അതായത് ന്യൂക്ലിയർ ബോംബ് നമ്മളത് ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണല്ലോ. അപ്പം ഇന്നലെ ആരായിരുന്നു അത് സംസാരിച്ചത്? നമ്മുടെ നസ്രീനായിരുന്നു. ഓക്കെ, നസ്രീനായിരുന്നു. ഫോളോയിങ് ഇന്നലത്തെ ആ റീപ്ലേ ഒക്കെ താങ്കൾ കേട്ടിരുന്നോ? അനുവദനീയമല്ല എന്നുള്ളതിന് തെളിവ് വെച്ചിരുന്നു ലീ സിസ്റ്റർ. ഏത് മൃഗഭോഗം അനുവദനീയമല്ല എന്നുള്ളത് തെളിവ് ചോദിച്ചിരുന്നു. ഓക്കെ, അത് ഇന്നലെ താങ്കളിൽ ഇല്ലായിരുന്നു, താങ്കൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്നലെ തന്നെ കിട്ടി, പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഞാൻ ഊമ്പി എന്ന് പറഞ്ഞപ്പോ എന്നെ താഴെ ഇട്ടു. അപ്പൊ പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കമന്റില്. അതെ അതെ, ഏതൊരു വാക്ക് വന്നപ്പോൾ താങ്കളെ താഴെയിട്ട് പറഞ്ഞായിരുന്നു. എവിടെയാണ് താങ്കൾ ഇട്ടോളൂ, താങ്കൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അത് ലിങ്ക് വേണമെങ്കിൽ തരാം. അതായത് സുന.com പോയാൽ പറഞ്ഞാൽ മതി. ഏതാണ്? സുനൻ ഇബ്നു മാജ 2564. ഞാൻ ലിങ്ക് അതിലിടാം, അതൊന്ന് വായിച്ചോളൂ. ലിങ്ക് വേണ്ട. ഓക്കെ, വായിച്ചോളൂ. വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഹൂവർ ഹാസ്, എനിക്ക് ഇംഗ്ലീഷ് വലിയ ഭാഷയല്ല, കുഴപ്പമുണ്ടെങ്കിൽ പറയണം. ഹൂവർ ഹാസ് ഇന്റർകോഴ്സ് വിത്ത് എ mahram relative, kill him, and whoever has intercourse with an animal, kill him and kill the animal. സുനൻ ഇബ്നു മാജ 2564, 2564, 2564. സോറി, ഞാൻ മ്യൂട്ടായിരുന്നു. ഫോളോയിങ് ഈ ഒരു ഹദീസ് താങ്കൾ വായിച്ച ഹദീസിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് സ്വഹീഹായ ഹദീസാണ്. നിങ്ങൾ ഇന്നലെ പറഞ്ഞ ഹദീസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞു, അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പൊ ചെക്ക് ചെയ്തപ്പോ പല ആളുകളും പറഞ്ഞു അത് വൈഫായ ഹദീസാണ്, നിനക്ക് സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ പോരെ. അപ്പൊ നിങ്ങൾ കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോ കാണിച്ചു തന്ന സംഭവമാണ്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞ ഹദീസ് ഏതായിരുന്നു? ഫതുൽ മുഈനിൽ എടുത്തിട്ടാണ് നിങ്ങൾ പറഞ്ഞത് തോന്നുന്നുണ്ട്. തുർമിദി എന്ന് പറഞ്ഞോ, അതും സംശയമുണ്ട്. ഫതുൽ മുഈൻ നിങ്ങളുടെ കർമ്മശാസ്ത്രമല്ലേ? അത് ഇതല്ലല്ലോ, അത് കർമ്മശാസ്ത്രം. അത് എത്ര ഹദീസ് ഏതാന്നാ പറഞ്ഞ? ഒന്നുകൂടെ പറഞ്ഞ. ഇബ്നു മാജ ഏതാ? ഇബ്നു മാജ 2564, 2564. ലിങ്ക് ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കാം. അപ്പൊ അല്ല, ഞാൻ ചോദിച്ചത് ഇന്നലെ മൃഗഭോഗത്തെ പറ്റി ഏത് തഫ്സീറായിരുന്നു ഇവിടെ റെഫറൻസ് ഇട്ടത്? താങ്കൾ പറഞ്ഞു അത് ശരിയല്ല, അത് ഏതായിരുന്നു പറയാമോ? ആയിരുന്നു ആ വിഷയം ചർച്ച ചെയ്തത്. If a slave woman commits fornication and with her, and if she commits fornication when with her, she commits fornication then with her, then sell her, even if it is for a rope. അല്ല ഗബർബോ, ഞാനൊരു ഫോളോയോട് ചോദിച്ചത് ഇന്നലെ നസ്രീം ബ്രോ ഇവിടെ കൊണ്ടുവന്ന തഫ്സീർ അല്ല ഹദീസ് ഏതാണെന്ന് ഫോളോയിങ്ങിന് അറിയാമോ? തുർമുദി എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട്, വലിയ ഉറപ്പില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ തുർമുദിയുടെ ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല?
അല്ല, ഇത് വൈഫായ കുറെ ഹദീസുകളുടെ ഒരു സംഭവമുണ്ട്. അതിൽ നിന്ന് എടുത്തതാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് ഉറപ്പൊന്നുമില്ല. ഏതായാലും ഞാൻ സ്വഹിയായ ഒരു ഹദീസ് കൊണ്ട് വന്നു. അത് നിങ്ങൾക്ക് ഇപ്പൊ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അല്ല, ചർച്ച നടത്താം. ഒറ്റ കാര്യം കേട്ടോ, പോവല്ലേട്ടോ ഫോളോയിങ്, ഒരു ഒറ്റ മിനിറ്റ്. ഇപ്പൊ ഫോളോയിങ് കൊണ്ടുവന്ന ഹദീസ് എന്താണ്? മൃഗവുമായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഇല്ല എന്നാണോ ഫോളോയിങ് പറഞ്ഞത്? എന്നെ ഒന്ന് മോഡാക്കാമോ? ജസ്റ്റ് എനിക്കൊരു ലിങ്ക് ഒന്ന് പിൻ ചെയ്യാനുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊരു ലിങ്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ ബോട്ടിൽ. ഇപ്പോൾ ഫോളോയിങ് അത് വായിക്കും. ഇതിൽ പറയുന്നു, ഞാനിപ്പോൾ ഈ സുനൻ അബൂ ദാവൂദ് 4465 പറയുന്നു, Asim reported from Abu Rasin on the authority of Ibn Abbas saying, there is no prescribed punishment for one who has sexual intercourse with an animal. ഇതെന്താ ഫോളോയിങ്? മനസ്സിലായോ? ഇവിടെ ഇബ്നു അബ്ബാസ് പറയുന്നത് ആനിമലായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പണിഷ്മെന്റ് ഇല്ല എന്നാണല്ലോ പറയുന്നത്. എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ആയിക്കോട്ടെ. സോൾജർ ബ്രദറെ, ഞാൻ ഈ മോളിട്ടാണ് ഹദീസ് ഒന്ന് ചെക്ക് ചെയ്യാമോ സോൾജർ ബ്രദറെ? ഞാൻ കണ്ടായിരുന്നു. ഇത് ഏതാ പുതിയ സൈറ്റ് ആണല്ലോ, നമുക്ക് അറിയില്ലല്ലോ. ഇത് ഞാനിപ്പോ ഉണ്ടാക്കിയെടുത്താ. സൈറ്റ് ഉണ്ടാക്കാൻ ആർക്കാ കഴിയാത്ത? അല്ല അതെ അതെ അതെ. ഫോളോയിങ് നിങ്ങൾ പറയുന്ന എല്ലാം നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാം സഹീഹാണ്. ഞങ്ങൾ എവിടുന്ന് കൊണ്ടുവന്ന ഉടനെ ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയതാണ്. അതെ അതെ. എന്റെ ഫോളോയിങ് ഊടായ്പ അല്ല, ഇത്രയും ആർക്കും ഉണ്ടാക്കാൻ കഴിയാത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടില്ല സഹോദരൻ. അതിന് പിടിക്കണ്ട. എന്തിനാ അല്ല, വെറുതെ? ഞങ്ങൾ ഇവിടെ ഫോളോയിങ് എടുത്തോണ്ട് വരുന്ന ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. ഫോളോയിങ് അത് ഇയാൾ മനസ്സിലാക്കുക. ഇയാൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ റൂമിനകത്ത് കടന്നു വന്ന് ഈ ഊടായ്പകളൊക്കെ പറയുന്നത് ഇയാൾ ഇപ്പൊ എടുത്തോണ്ട് വന്ന ഉടനെ പണിഷ്മെന്റ് ഉണ്ട്. അത് നമുക്ക് സഹിയാണ്. ഒരു കാര്യം അതുകൊണ്ടല്ല, ചെയ്യാം. സുന്നാ ഞങ്ങൾ ഡോട്ട് കോം നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ പരിചയമുള്ളതാണ്. എടുത്തോണ്ട് വർഗീസ് നിങ്ങളുടെ പുസ്തകത്തിൽ എടുത്തോണ്ട് വർഗീസ് ഉടനെ അതിനി ഏത് സൈറ്റാണ് അത്? ഇൻസൈറ്റ് വല്ലതും പറയാനുണ്ടോ? ചുമ്മാ നമുക്കൊരു അവസരം കൊടുക്കുക. ഏതായാലും ഇപ്പൊ ന്യൂക്ലിയർ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്തത്. പക്ഷെ അതിനകത്ത് സുനൻ അബു ദാവൂദ് 4465 എന്ന റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോളോയിങ് ഒരു കാര്യം ചെയ്യുക. ഈ sunnah.com അല്ല ഏത് .com നിങ്ങളുടെ സോഴ്സിൽ പോയിട്ട് സുനൻ അബു ദാവൂദിന്റെ 4465 അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരാമോ? ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോയിങ് ഒരു സഹിയായ ഹദീസ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. ഇബ്നു മാജ 2564 അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും മൃഗഭോഗം ചെയ്താൽ മൃഗത്തെയും കൊല്ലണം അവനെയും കൊല്ലണം. പക്ഷെ ഇവിടെ സുനൻ അബു ദാവൂദ് പറഞ്ഞിരിക്കുന്നു അതിനകത്ത് ഒരു ശിക്ഷയുമില്ല. അപ്പൊ നിങ്ങളുടെ തന്നെ സോഴ്സിൽ നിന്നും രണ്ട് ഉത്തരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പണിഷ്മെന്റ് ഉണ്ട്, ഒരു സ്ഥലത്ത് പണിഷ്മെന്റ് ഇല്ല. ഒന്നുകിൽ നിങ്ങൾ ഈ രണ്ട് ഹദീസും തള്ളണം. കാരണം നിങ്ങളുടെ കർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ജനിച്ച ഒരു കുഞ്ഞിനെ ഇമാമരെ ആക്കാം. അപ്പൊ ഇവിടെ മൊത്തം കൺഫ്യൂസ് ആണ് ഫോളോയിങ്. കാരണം നിങ്ങളുടെ ഏറ്റവും അവസാനം ഇറങ്ങിയ അല്ല, ഗ്രന്ഥമാണ്. രണ്ടു ഹദീസ് തള്ളുമല്ല. ഇനി ആ നബിചര്യയോട്ട് പോണം, സുന്നയോട്ട് പോണം. അതെ. ഇന്നലെ നമ്മുടെ അലൻ ബ്രോ കൃത്യമായിട്ട് ഒരു റെഫറൻസ് വായിച്ചു ഇവിടെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇപ്പോൾ ഫോളോയിങ് ഇട്ട ഹദീസ് പ്രകാരം മൃഗഭോഗം ചെയ്യുന്നവരെ കൊല്ലണമെന്നാണെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് മുഹമ്മദിനെ ആയിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. കാരണം അദ്ദേഹം ഒട്ടകവുമായിട്ട് ഏതാണ്ട് ചെയ്തു എന്നുള്ള റെഫറൻസ് സഹിതം അവിടെ വായിച്ചു. അപ്പൊ ഇത് മൊത്തം വായിക്കുമ്പോൾ ടോട്ടലി കൺഫ്യൂഷൻ ആണ് ഫോളോയിങ്. അപ്പൊ താങ്കളൊരു കാര്യം ചെയ്യുക, അബു ദാവൂദ് 4465 താങ്കളുടെ സോഴ്സിൽ നിന്നും എടുത്തിട്ട് താങ്കൾ അത് വായിച്ചു വന്നോളൂ പ്ലീസ്. അതുപോലെ ഇന്നലെ ഇവിടെ വായിച്ച അതുകൂടെ വായിക്കണം. മുഹമ്മദിന്റെ മൃഗഭോഗമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ഹദീസ് ഇവിടെ അതെ വായിച്ചു. അതാണ് വർഗീസ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നമ്മുടെ അലൻ ബ്രോ വായിച്ചിരുന്നു ഒട്ടകവുമായിട്ട്. അതെ അതെനിക്ക് തോന്നുന്നത് വോളി 23 ബുഖാരി വോളി 23 ഹദീസ് 571 എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതും ബുഖാരിയാണ്. അപ്പൊ ഇനി അതും തള്ളുവാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ബുഖാരി എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഫാഗത് പറഞ്ഞ് ഞങ്ങളുടെ ഏറ്റവും സോഴ്സബിൾ അടിസ്ഥാനപരമായ ഖുർആൻ കഴിഞ്ഞാലുള്ള ഒരു ഹദീസാണ് ബുഖാരി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു മാസം മുമ്പ് ഈ ബുഖാരിക്ക് റെഫറൻസ് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ബുഖാരിയുടെ പേരിൽ പലരും എഴുതുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മൊത്തം കൺഫ്യൂസ് ആണ്. എങ്ങനെയാണെങ്കിലും ഉരുളും. അതുകൊണ്ടാണ് ഫോളോയിങ്. ഇപ്പൊ ബുഖാരി 1, 2, 3 ഇവര് പറയണം. ഇവരെടുത്തോണ്ട് വന്ന് ഏത് ഇതിൽപ്പെട്ട ഒരു ഇതാണെങ്കിലും അത് നമ്മൾ അംഗീകരിച്ചോണം. നമ്മൾ കൃത്യമായിട്ട് ഇവര് അച്ചടിച്ചിറക്കിയ പുസ്തകത്തിൽ നിന്നോ ഇവര് തന്നെ ഉണ്ടാക്കിയ വെബ്സൈറ്റിൽ നിന്ന് പറഞ്ഞെടുത്തിട്ട് വന്നാൽ അത് ബുഖാരി അല്ല, ബുഖാരിയുടെ അപ്പനാണ്, മുസ്ലിം അല്ല, മുസ്ലിമിന്റെ വാപ്പയാണ്, ഇങ്ങനെ പറഞ്ഞു കുറെ ന്യായീകരണങ്ങളും ഉളുത്ത കുറെ കമന്റുകളും. എന്നാലും എന്റെ ഫോളോയിങ് നിങ്ങളെയൊക്കെ സമ്മതിച്ചിരുന്നു കേട്ടോ.
അതെ, ഏതായാലും ഫോളോയിങ്ങിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ഫോളോയിങ് ഇന്നലെ ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്ത ആ ഡിസ്കഷൻ ആരോട് പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇവിടെ വായിക്കുന്നതൊന്നും ശരിയായ ഹദീസുകളല്ല, ശരിയായ ഹദീസ് ഇതാണ് എന്ന് പറഞ്ഞ് ഇബ്നു മാജ ഫോളോയിങ്ങിന് കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്ന് ഉത്തരം തന്നെ. അതിന് നമ്മൾ ശരിക്കും ഒരു അപ്രീഷിയേറ്റബിൾ കൊടുക്കുകയാണ് ഫോളോയിങ്ങിന്. കാരണം പലരും ഇവിടെ വന്ന് പോയിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ട് വരാം, ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. ഫോളോയിങ് എന്ന് ഏതായാലും അത് കൊണ്ട് തന്നതിൽ ഒരു നന്ദി പറയുകയാണ് ഫോളോയിങ്. പക്ഷേ താങ്കൾ ചെയ്യേണ്ടത് അബു ദാവൂദ് 4465 നിങ്ങളുടെ സോഴ്സിൽ നിന്നും താങ്കൾക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ ഒന്ന് വായിച്ചാൽ ഉപകാരമായിരുന്നു, പ്ലീസ്. ഇതിനി പിന്നൊരു സമയത്ത് വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് തരാം, പെട്ടെന്ന് ആവാൻ കഴിയോ സംശയമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ താങ്കൾ ഒരെണ്ണം വായിച്ചു, ഇവിടെ ന്യൂക്ലിയർ ഒരെണ്ണം വായിച്ചു, ഇത് രണ്ടും വായിച്ചതിന് താങ്കൾക്ക് എന്താ മനസ്സിലാവുന്നെന്ന് പറയാമോ? ഇതിന്റെ ആധികാരികത എനിക്കൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, എന്നിട്ടേ ഇപ്പൊ ഇത് പറയാൻ പറ്റുള്ളൂ. ഹദീസ് ആയതുകൊണ്ട് ഖുർആൻ ആയത്തിന്റെ പോലെ അല്ല, ഹദീസ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യാനുള്ളതുണ്ട്. അപ്പോ എന്നിട്ടേ ഇപ്പൊ ഇത് തള്ളാനായാലും കൊള്ളാനായാലും പറ്റുള്ളൂ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഒരു സെക്കൻഡ്, ഫോളോയിങ് കൊണ്ടുവന്ന ഏതാ ഇപ്പൊ ഹദീസ് ഏതാ കൊണ്ടുവന്നത്? നമ്പർ ഇബ്നു മാജ 2564, അദ്ദേഹം ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇബ്നു മാജ 2564 ആണ്. ഓക്കെ, 2564. ഓക്കെ. അപ്പൊ സോൾജർ ബ്രദർ ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ കാര്യം, ഈ തെളിവൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ വന്നിട്ടില്ല, താഴെ ഒരാളിപ്പുണ്ട്, പുള്ളിയെ കുറിച്ചാണോ പറഞ്ഞത്? ആരാണ് താഴെ ഇരിക്കുന്നവരാണ്? ഷാഫിയാണോ? ഷാഫി കഴിഞ്ഞ ദിവസം നമ്മുടെ റൂമിൽ വന്നിരുന്നല്ലോ, നിക്കാമുത്തെ പറ്റി സംസാരിക്കാനുണ്ട്. അദ്ദേഹം അതിന്റെ തെളിവുകൾ കംപ്ലീറ്റ് കൊടുത്താണല്ലോ, ചെക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞായിരുന്നു. അന്ന് തെളിവ് കൊടുത്തായിരുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞത് ഇതിന്റെ ശരിയായ തെളിവുമായിട്ട് ഞാൻ തിരിച്ചു വരും എന്നും പറഞ്ഞു. നമ്മുടെ ജഗദീഷ് കുമാർ പോയതാണ്. അദ്ദേഹം വരുമായിരിക്കും, വരട്ടെ, നമുക്ക് സംസാരിക്കാം. അപ്പൊ ഫോളോയിങ് ഞാൻ ചോദിക്കുന്നത്, അതെ വരട്ടെ. ഫോളോയിങ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സഹിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണ്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വായിച്ചതനുസരിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ, ഇന്നലെ നിങ്ങൾ പറഞ്ഞപ്പോ എന്റെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹദീസ് ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ വായിച്ചിട്ടില്ല. എന്റെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംഭവത്തിന് ഒരു പ്രത്യേക ശിക്ഷ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് അത് അനുവദനീയമാണ് എന്നൊരു അർത്ഥമില്ല. അതിന് ഞാൻ ഒരു കാരണവും പറഞ്ഞു. അതായത് 4 സാക്ഷികൾ ഉണ്ടെങ്കിലേ വ്യഭിചാരിക്ക് ശിക്ഷ ലഭിക്കുള്ളൂ, 2 സാക്ഷികളെ ഉള്ളൂ എങ്കിൽ പോലും വ്യഭിചാരിക്ക് ശിക്ഷ ലഭിക്കില്ല എന്ന് വിചാരിച്ച് വ്യഭിചാരം അനുവദനീയമാണ് എന്നതിന് അർത്ഥമല്ല. ദൈവത്തിന്റെ അടുത്ത് ശിക്ഷ കിട്ടും, ഭൂമിയിൽ നിന്ന് ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിലും. അതാണ് എന്റെ വാദം. ഒന്ന് ഇടപെടണ്ടേ? അപ്പൊ ഞാൻ വേറെ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒരു സംശയം ചോദിക്കണം. അപ്പൊ ഫോളോയിങ് ഇപ്പൊ ഒരു സ്ത്രീ ആയിട്ട് വ്യഭിചാരം ചെയ്തു, അത് ആരും കണ്ടിട്ടില്ല. സോ ദാറ്റ് മീൻസ് യു ആർ ഫ്രീ. താങ്കൾ ഒരു രീതിയിലും ഇസ്ലാമിൽ സൃഷ്ടിക്കാൻ പറ്റില്ല അല്ലേ? ഒന്നുകിൽ ഞാൻ തുറന്നു പറയണം, അല്ലെങ്കിൽ 4 സാക്ഷികൾ വേണം, എങ്കിൽ ഭൂമിയിൽ കിട്ടും. ആ സ്ത്രീ പറഞ്ഞ കാര്യം വേറെ ആ സ്ത്രീ വന്ന് പറയുന്നതാണ് ഒരു മിനിറ്റ്, ആ സ്ത്രീ പറയുന്നതാണ് ഫോളോയിങ് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ഇസ്ലാമിക കോർട്ടിൽ എന്ന് പറയുന്നതാണ്. അപ്പൊ ആ സ്ത്രീക്ക് ഒരു ശിക്ഷയും അല്ല, ഫോളോയിങ്ങിന് ഒരു ശിക്ഷയില്ല, ഫോളോയിങ് ഫ്രീ ആയിരിക്കും അല്ലെ, ഒരു പണിഷ്മെന്റും ഇല്ല. അങ്ങനല്ല, ഇതിൽ ഏർപ്പെട്ട ആളുകൾ തുറന്നു പറയുന്നത് പോലെയല്ല, വേറെ ആളുകള് സാക്ഷികളെ കുറിച്ചാണ് പറഞ്ഞത്. ഏർപ്പെട്ട ആളുകൾ എനിക്ക് ശിക്ഷ കിട്ടും, അങ്ങനെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അല്ല, അതിന്റെ ഫോളോയിങ് റേപ്പ് ചെയ്യാനാണ്. ഒരു സ്ത്രീ പോകുമ്പോൾ ഫോളോയിങ് ഒരു ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഫോളോയിങ് റേപ്പ് ചെയ്തു ആ സ്ത്രീനെ. ഞാൻ പ്രിട്ടൻഡ് ചെയ്യാനുണ്ട്, ഫോളോയിനെ ഇത് ചെയ്യുന്നില്ല. ആ സ്ത്രീയെ ഒന്ന് അടിച്ചാൽ മതി, അതിന് ഓക്കെ. റേപ്പ് ആ സ്ത്രീ ചെന്നിട്ട് പറയാണ് ഇന്ന ആള് എന്നെ റേപ്പ് ചെയ്തു. പക്ഷെ ഫോളോയിങ്ങിനെ ഒരു രീതിയിലും ശിക്ഷിക്കാനുള്ള വകുപ്പ് ഇസ്ലാമിക നിയമത്തിലില്ല, മുഹമ്മദ് എഴുതി വെച്ചിട്ടില്ല അല്ലെ, അള്ളാഹും കൊടുത്തിട്ടില്ല. ആര് പറഞ്ഞു? ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാല് അതിന് 4 ആള് സാക്ഷിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. വ്യഭിചാരത്തിന്റെ കാര്യം മാത്രമാണ്. റേപ്പാ ചെയ്യുന്നത്, ഇവിടെ ഇതാ ചെയ്യുന്നത്, വ്യഭിചാരം ചെയ്യുന്നത്. വ്യഭിചാരം ചെയ്യുന്ന പോലെ അവല്ലോ റേപ്പ്. വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾ ആരും അറിയാതെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തു കൂടിയിട്ട് ചെയ്യുന്നത്. മനസ്സിലായി. ഫോളോയിങ്ങും ഒരു സ്ത്രീയും കൂടി തമ്മിൽ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോയിങ്ങിനെ ആ സ്ത്രീനെ ശിക്ഷിക്കും? ഇല്ല. അങ്ങനെ ഒരാളെ പിറകെ പോയിട്ട് അതേടെ കിളിവാതിലൂടെ നോക്കിയതിനു ശേഷം അങ്ങനെ വിചരിച്ചാലാണ് ശിക്ഷ ഭൂമിയിലുള്ളൂ. പരലോകത്ത് ആര് കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിലായി. 7 മഹാഭാരതങ്ങളിൽ വ്യഭിചാരം എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ ഇനിയിപ്പോ തെളിവ് വേണമെന്ന് പറഞ്ഞത് ബേസിക് ആണ്. അല്ല, ഫോളോയിങ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാനും സോൾജിയർ ബ്രദറും ഫോളോയിങ് ഒരു സ്ത്രീയും കൂടി വ്യഭിചാരം ചെയ്യുന്നത് ഞാനും സോൾജിയർ ബ്രദറും കണ്ടു. ഞങ്ങൾ വന്ന് പറയുകയാണെങ്കിലും ഫോളോയിങ്ങിനെയും ആ സ്ത്രീനെ ശിക്ഷിക്കാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൽ വ്യഭിചാരത്തിന് ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പൊ ഒരാളെ സംശയമുണ്ട്. ഇപ്പൊ ഇന്ന് നമുക്ക് ഐ വിറ്റ്നസ് ആണ് ഞങ്ങൾ.
അതെ അതെ പറഞ്ഞു പറയട്ടെ, കഴിഞ്ഞിട്ട് സംശയത്തിന്റെ കാര്യമല്ല പറഞ്ഞു, ഞാൻ പറയട്ടെ, മുഴുവനാക്കിയാലേ മനസ്സിലാവുള്ളൂ. അതായത് ഇന്ന് നമുക്ക് പല മാധ്യമങ്ങളിലൂടെയും ഈ സംഭവം സത്യമാണെന്ന് അറിയാനുള്ള സംവിധാനം ഉണ്ട്, അന്നതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഒരാളെ കുറിച്ച് സംശയമുണ്ട്, ഇവന് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എന്ന് കരുതിയിട്ട് ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ചെന്നിട്ട് എന്ത് പറയാ, ഇയാളുടെ പിറകെ പോവാ, എന്നിട്ട് ഒരു പെണ്ണുമായിട്ട് ഇയാൾ സെക്സ് ചെയ്യുന്നത്, ഇയാൾ എന്തോ ഓടൊക്കെ പൊളിച്ച്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം, അങ്ങനെ ഇയാളത് കണ്ടു പുറത്ത് വന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്കാണ് ശിക്ഷ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, നാലാള് ഇതിന് സാക്ഷി വേണം. അതിന്റെ അർത്ഥം ഇസ്ലാമിന്റെ വിചാരത്തിന് കടുത്തിട്ട് ഒന്ന് പറയട്ടെ, ഒന്ന് മുഴുവനാക്കിയിട്ട് നിങ്ങൾ എടുത്തോ. ആയിക്കോട്ടെ, പെട്ടോടെ, അത് കുഴപ്പമില്ല, ഞാൻ മുഴുവനാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞോ. ഒരു 30 സെക്കൻഡ് മതി, 30 സെക്കൻഡ് മതി. ഓക്കെ. അപ്പോ അതായത് അങ്ങനെ ഓരോ ആള് ഒന്ന് പറയട്ടെ സഹോദര, പറഞ്ഞു തരട്ടെ. ഓക്കെ ഓക്കെ. അപ്പോ ഇത് ആളുകളെ ചെകഞ്ഞന്വേഷിച്ച് കൂലങ്കഷമായിട്ട് അങ്ങനെ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ലത്. മറിച്ച് നാലാള് കാണെങ്കിൽ ഒരു ഉളുപ്പില്ലാതെ സെക്സ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവത്തിനാണ് ഇവിടെ വ്യഭിചാരത്തിന് ശിക്ഷ ഉള്ളത് ഭൂമിയില്. അല്ലാതെ ആരും കാണാതെ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അത് കണ്ടു എന്ന് കരുതിയിട്ടൊന്നും ശിക്ഷ ലഭിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവര് പാത്തും പതിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികേടാണത്. മറിച്ച് മറ്റത് അങ്ങനെയല്ല. മറ്റേ നാലാള് കാണുക, ആര് കണ്ടാലും എനിക്ക് ചേമ്പാണ് എന്ന രൂപത്തിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ധാർമ്മികതയെ പുച്ഛിച്ചുകൊണ്ട് നടത്തുന്ന നാലാള് കാണുക ചെയ്യുന്ന വ്യഭിചാരത്തിനാണ് ഇസ്ലാമിൽ ഭൂമിയിൽ ശിക്ഷയുള്ളൂ. ബാക്കിയൊക്കെ പരലോകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ. യൂറോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള നിയമമായിരുന്നു. എന്റെ ഫോളോയ്ക്ക് സൂപ്പർ. അള്ളാഹു ഇത്രയും പൊട്ടനായി പോലോ സോൾജറെ. വ്യഭിചാര കുറ്റത്തിൽ ഒരാൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ 4 പേരെ കൊണ്ടുവരണമെന്ന് പറയുന്നത് എന്തൊരു ന്യായമാണ്? ആർക്കെങ്കിലും പറ്റുന്ന കാര്യമാണോ? ഇപ്പൊ അത് പറഞ്ഞാൽ ഫോളോയിങ്ങിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാണോ മാനോ ഇല്ലാതെ 4 പേരുടെ മുമ്പിൽ. അങ്ങനെ ആരാ ഫോളോയിങ് വ്യഭിചാരം ചെയ്യുന്നത്? ആരെങ്കിലും ചെയ്യുവോ? ചെയ്യാതെ നില്ല പറഞ്ഞു തരുന്നോടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു 4 പേരുടെ മുമ്പിൽ. പിന്നെ ഒരാൾ കണ്ടു, ഇപ്പൊ സോൾജർ പറഞ്ഞു ഞാൻ കണ്ടു, അത് സമ്മതിക്കുകയില്ല. ജിബോർ കണ്ടു, അത് സമ്മതിക്കുകയില്ല. മറ്റൊരാൾ കണ്ടു, അത് സമ്മതിക്കുകയില്ല. 4 പേരെ കാണുക ലോകത്തിൽ ആരാ അപ്പൊ സെക്സ് ചെയ്യുന്നത്? ഫോൺ വീഡിയോസ് കണ്ടാൽ കാണും. ഫോൺ വീഡിയോസ് അല്ല, ഫോൺ അല്ലേ, ഇത് വീഡിയോ ആക്കി വരെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോഴാണ് 4 ആള് കാണുമ്പോൾ ചെയ്യുന്നത്. അതുണ്ടാക്കിയത് ഫോളോയിങ് എന്തിനാ ഈ പറഞ്ഞിങ്ങനെ? എനിക്ക് നിങ്ങളുടെ ആ നിലവാരത്തെ, നിങ്ങളുടെ ആ ധാർമ്മിക നിലവാരത്തെയും അള്ളാഹുവിന്റെ ധാർമ്മിക നിലവാരത്തെയൊക്കെ ഇവിടുത്തെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് ചർച്ച നടത്തണ്ട. ഓക്കെ. പിന്നെ 4 പേര് കാണുക ഫോൺ ചെയ്യുന്നവരെ അല്ല, 4 പേരില്ല. അയച്ച കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാ 4 പേരിനോ 5 ഇത് എടുക്കിക്കണേ. അനീഷ് അങ്ങോട്ട് പോകണ്ട. ഫോളോയിങ് അവരുടെ വിശ്വാസം അനുസരിച്ചുള്ളതും അവരുടെ മുഹമ്മദ് പറഞ്ഞു കൊടുത്തതുമായ ഒരു ശിക്ഷാവിധിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനെ വേറെ രീതി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവർക്ക് അത് സ്വീകാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ഫോളോയിങ്, ഈ ഒരു ശിക്ഷാവിധി, ഈ ഒരു ശിക്ഷാ നിയമം ഫോളോയിങ്ങിനെ സംബന്ധിച്ച് ഇന്ന് പ്രായോഗികമാണോ? ഫോളോയിങ് ഒന്ന് പറയാമോ പ്ലീസ്? ഇവിടെ ഒരാള് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശിക്ഷ നടപ്പാക്കാൻ വരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞതാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വെറുതെ വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ബൈബിളിലുണ്ട്, അങ്ങനെ ഉണ്ട്, ബൈബിളിലുണ്ട്. അപ്പൊ പാപം ചെയ്തു തെളിഞ്ഞാലും എറിയാൻ പോണ ആൾക്ക് പാപമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എറിയണ്ടെന്നും പറഞ്ഞിട്ട് ഉള്ള സംഭവം ബൈബിളിലുള്ളതാണ്. നിങ്ങളാണ് ഇസ്ലാമിലെ ശിക്ഷ നടക്കുന്നുണ്ടോ നടപ്പാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വരുന്നത്. അതിലെന്ത് അർത്ഥമാണുള്ളത്? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ബൈബിളിലുള്ളതാണ്. അപ്പൊ ആരും കല്ലെറിഞ്ഞില്ല, എല്ലാരും ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് നിങ്ങളാണ് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. ഫോളോയിങ് ബൈബിളിൽ അങ്ങനെ ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമിലെ മൃഗഭോഗം കഴിഞ്ഞ ഇപ്പൊ വ്യഭിചാരത്തിലൂടെ താങ്കളാണ് കൊണ്ടുവന്നത്. അപ്പൊ താങ്കൾ പ്രവാചകൻ നിങ്ങൾക്ക് അനുവദിച്ച ഒരു ശിക്ഷാവിധിയാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രവാചകൻ, അവസാന പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് കിട്ടിയ ഈ ശിക്ഷാവിധി നിങ്ങളോട് പറഞ്ഞു, ശരി, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ശിക്ഷാവിധി ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത് പ്രായോഗികമാണോ അല്ലയോ? നിങ്ങളുടെ നിയമത്തിൽ നിന്നുകൊണ്ട് പറയേണ്ട, നിങ്ങളുടെ വിശ്വാസം നിന്നും പറയേണ്ട, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമാണോ? ഫോളോയിങ്ങിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. ലോകാവസാനം വരെ പ്രായോഗികമാണ്. വെരി ഗുഡ്. അപ്പൊ ഇന്നും ഒരു വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട നിങ്ങളുടെ നിയമം അനുസരിച്ച് ഒരു 4 പേരെങ്കിലും സാക്ഷി അവിടെ വേണം, ഇല്ലെങ്കിൽ അവർക്ക് ശിക്ഷയില്ല, ശരിയല്ലേ?
ഒരാൾ ഒരു വൃത്തികേട് ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവം അറിയും, അതിന് ദൈവത്തിന്റെ തക്കതായ ശിക്ഷ കിട്ടും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാള് കാണുക നാട്ടുകാരെയും ധാർമ്മികതയും രാജ്യത്തെയും എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്ന ഒരു പരിപാടിയാണ്. നാലാള് കാണുക വ്യഭിചരിക്കുക എന്നുള്ളത്. അതിനാണ് ഇത്രയും ക്രൂരമായ ശിക്ഷ ഇസ്ലാമിലുള്ളത്. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇതാക്കിയത് അത് ചകഞ്ഞെടുത്ത് കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇസ്ലാമിക ഗവൺമെന്റിനോ ജനങ്ങൾക്കോ ഇല്ല. ഞാൻ അതിന് പള്ളിയിൽ പോയിട്ട് വരാം, ഇവിടെ ഇഷാ ടൈമായി അല്ല ഒരു ഒറ്റ കാര്യം ഞാൻ വരാം. ഒറ്റ കാര്യം പെട്ടെന്ന് പറഞ്ഞോളൂ, നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അല്ല ഒറ്റ കാര്യം ഫോളോയിങ് പോണതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ. ഫോളോയിങ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു സംശയമുണ്ടോ? ഇപ്പൊ ഫോളോയിങ്ങും ഒരു സ്ത്രീയും തമ്മിൽ വ്യഭിചാരം ചെയ്യുന്നു ഞാൻ കണ്ടു, പക്ഷെ ഞാനിത് നിങ്ങളുടെ ഇസ്ലാമിക കോടതി എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ സമ്മതിച്ചു താങ്കളായിട്ട് വ്യഭിചാരം ചെയ്തു, ഞാൻ ഐ വിറ്റ്നസ് ഉണ്ട്, പക്ഷെ താങ്കൾ സമ്മതിക്കുന്നില്ല, താങ്കൾ ശിക്ഷിക്കോ? ഇല്ല ഇല്ല ഇല്ല, അതൊന്നും രക്ഷിച്ചൊന്നുമില്ല പോപ്പാ, ഈ ആവശ്യമില്ല ചോദ്യം ചോദിക്കാതെ. പിന്നെ ഈ ഫോളോയിങ് ഞാനതല്ല പറയുന്നത്. അല്ല വർഗീസ് മാസ്റ്റർ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഇവർക്ക് സ്ത്രീക്ക് എന്തായാലും ശിക്ഷ ലഭിക്കും, അത് ഉറപ്പാണ്. കാരണം അവള് സമ്മതിച്ചു അല്ലേ? അതല്ല ശിക്ഷ നിങ്ങളും അവളും കൂടിയിട്ട് എന്നെ കെണിയിൽ പെടുത്താൻ വേണ്ടി കൊണ്ടൊന്നുമില്ല. അതല്ല മനസ്സിലായോ? ഇസ്ലാമി നിങ്ങൾ മാത്രയും കൂടി കളവ് പറഞ്ഞതാണോ അവർ പരിശോധിക്കും. ഓക്കെ, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. നമുക്കൊന്നും കിട്ടില്ല പ്ലീസ്. അല്ലല്ല ഇസ്ലാമില്ല സ്വന്തം പാപം പബ്ലിക് ആക്കുന്ന പാപ. അന്നേരം എങ്ങനെ ഒരാൾക്ക് സ്വന്തം പാപം പബ്ലിക് ആക്കാൻ പറ്റും? അല്ലല്ല അദീപ് തിരിച്ചു തരും. ഒരു കാര്യം ഞാൻ പറയട്ടെ, സോൾജർ ബ്രദറെ, വർഗീസ് മാസ്റ്ററെ, നിങ്ങൾ കേൾക്കുന്നവരെല്ലാവരും ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 72 പേര് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് 80,000 ബാലന്മാരും കണ്ടോണ്ടാണ് അവിടെ നടക്കുന്നത്. അവിടാണ് ശിക്ഷ തരുന്നത്. ഏത് കേരളത്തിലെ ശിക്ഷ തരുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ ഞാനത് ചോദിക്കാൻ വന്ന പുള്ളി പോയിട്ട് വരുമ്പം ഇതിന്റെയും കൂടെ ഉത്തരം തരണമെന്ന്. ഒരാള് ഇവിടെ പാപം ചെയ്താൽ 4 പേര് കണ്ടാലേ ശിക്ഷയുള്ളൂ, കണ്ടില്ലേ ശിക്ഷയില്ല. അപ്പം അതൊന്നും ഒരു ഇഷ്യൂ അല്ല കേട്ടോ. ഇതൊക്കെ പറയാൻ ഇവരുടെ ആ ഒരു ധാർമ്മിക നിലവാരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര അത്ഭുതമാണ്. അതല്ല പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ പറയട്ടെ, കൊടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. 72 പേര്. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിൽ ചെല്ലുമ്പം സ്വർഗത്തിൽ ചെല്ലുമ്പോ ഇവർക്കെല്ലാവർക്കും വ്യഭിചാരശാല അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഉസ്താദ് പ്രസംഗിച്ചതാ. നിനക്ക് വ്യഭിചരിക്കണോ, അള്ളാഹു വ്യഭിചാരത്തിനുള്ള അവസരം തരും എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഒരു ഇന്റർനാഷണൽ വ്യഭിചാരശാല നടത്തുന്ന അള്ളാഹു ചെല്ലുന്നവർക്ക് അനേകം ചെറുക്കന്മാരുടെ മുമ്പിൽ കിടന്നുകൊണ്ട് സെക്സ് ചെയ്യാൻ കട്ടിലും പെണ്ണിനെയും തിന്നാനും മദ്യപിക്കാനുള്ള അവസരം കൊടുക്കുന്ന അള്ളാഹു ഭൂമിയിൽ ഒരാൾ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ശിക്ഷിക്കുന്നത്. എനിക്കിതൊന്നും സ്വന്തം പാപം പബ്ലിക് ആക്കണോ പാപാണ്. ഞാൻ അതിന്റെ റെഫറൻസ് പിന്നെ ഇല്ലേ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാകുന്നത്. അല്ല, ഇതിനകത്ത് രസം അതല്ല. ഈ കേസ് അബ്ദുൽ നാസർ എഴുതിയിട്ടുണ്ട്. നമ്മള് ക്ലബ് ഹൗസിൽ പലപ്പോഴും ഇത് ചെയ്തതാ. ഈ 4 പേരുടെ വിറ്റ്നസ് വരാനുള്ള കാരണം എന്തുവാ? ഈ സഫ്വാൻ ആയിഷ വിഷയത്തിൽ തന്നെ. ഐഷയുടെ അതല്ലേ ഞാൻ മുമ്പ് പറഞ്ഞ. സഫ്വാൻ ആയിഷ വിഷയത്തിൽ ഇവിടെ നമ്മൾ ക്ലബ് ഹൗസിൽ പലപ്പോഴും ഡിസ്കസ് ചെയ്തൊരു കേസല്ലേ ഈ സഫ്വാന്റെ കേസിൽ ഐഷയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ മുഹമ്മദ് ചെയ്യുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ ഖലീഫയുടെ ഈ ഹാൻഡ് ഓവർ ചെയ്യുന്ന സ്റ്റോറി വരുന്നത് അതെങ്ങനെ വരുന്നത്? അലി വന്നു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലും എന്നുള്ള കാര്യം അറിയാം. അന്നേരം ആട് തിന്നോ അതൊന്നും നോക്കത്തില്ല. ആട് തിന്നോ 3 പേര് സാക്ഷി ഉണ്ടായിരുന്നു. ജിബോർ ബ്രദറെ 3 പേര് സാക്ഷി ഉണ്ടായിരുന്നു. 4ാമതൊരുത്തിനെ അപ്പോഴാണ് 4 ആക്കിയത്. 4 ആക്കി.